പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. രജിസ്റ്റേഴ്സ് പറഞ്ഞായിരുന്നു. ആ എലമെന്റ്സ് മെയിനായിട്ട് 3 എലമെന്റ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ്, ബസ് ആർക്കിടെക്ചർ, അതുപോലെ മെമ്മറി. ഇത് 3 എലമെന്റ് ആണെന്ന് പറഞ്ഞു. രജിസ്റ്റേഴ്സ് പറഞ്ഞായിരുന്നോ? അതില് ഈ എലമെന്റ്സ് പറഞ്ഞായിരുന്നോ ഏതെങ്കിലും? രജിസ്റ്റേഴ്സ് പറഞ്ഞോന്ന് അറിയോ? ഓർമ്മയില്ല അല്ലേ? ഓക്കെ. ഈ ഫിഗർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണോ? ഫിഗർ കാണുമ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് പറഞ്ഞതാണോ? ഓക്കെ, നമുക്ക് ഇവിടെ മുതൽ പറയാം. ആമില് വരുന്ന മെയിനായിട്ട് വരുന്ന 3 എലമെന്റ്സ് ആണ്. കൈ വാഷ് ചെയ്യണുണ്ടോ? ആമില് വരുന്ന മെയിനായിട്ട് വരുന്ന 3 എലമെന്റ്സ് ആണ് രജിസ്റ്റേഴ്സ്, മെമ്മറി ആൻഡ് ബസ്. ഓക്കെ, സോ ഇത് മെയിനായിട്ട് വരുന്ന എലമെന്റ്സ് ആണ്. അതിൽ ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. രജിസ്റ്റർ ആണ് ഫസ്റ്റ് വരുന്നത്. രജിസ്റ്റർ എല്ലാവർക്കും അറിയാം, നമ്മുടെ റാമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി എലമെന്റ് ആണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് സ്മോൾ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്ക് CPU-ന് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഡേറ്റാസ് റാമിൽ പോയി ആക്സസ് ചെയ്യാതെ രജിസ്റ്ററിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ അരിതമെറ്റിക് അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസിനെ അത് ഫാസ്റ്റ് ആക്കി പെർഫോം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിക്യൂഷൻ സ്പീഡ് കൂടുമെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ രജിസ്റ്റർ ഇൻസ്ട്രക്ഷൻസും ഡേറ്റ അതുപോലെ അഡ്രസ്സുകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഡേറ്റ അതുപോലെ അഡ്രസ്സുകളെല്ലാം രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സോ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക, രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെമ്മറി എലമെന്റ് തന്നെയാണ്. ഒത്തിരി കപ്പാസിറ്റി ഇല്ല, സ്മോൾ കപ്പാസിറ്റി ഉള്ള മെമ്മറി എലമെന്റ് ആണ്. ഡേറ്റ അതുപോലെ രജിസ്റ്റർ അഡ്രസ്സുകൾ അതുപോലെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മുടെ എക്സിക്യൂഷനെ ഫാസ്റ്റ് ആയിട്ട് മാറ്റുന്ന ഒരു എലമെന്റും കൂടിയാണ്. ഓക്കെ, ദെൻ നമുക്ക് കോർട്ടെക്സ് M രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആമിലെ രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ രജിസ്റ്ററുകളെ നമ്മൾ ഡിഫറെന്റ് രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ R0 മുതൽ R12 ടോട്ടൽ 16 രജിസ്റ്റേഴ്സ് ആണ് വരുന്നത്. R0 മുതൽ R15 വരെ ടോട്ടൽ 16 രജിസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ R0 മുതൽ R12 വരെ ഉള്ളത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ദെൻ R13 എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റ് രജിസ്റ്റർ ആണ്. ദെൻ R14 എന്ന് പറയുന്നത് ലിങ്ക് രജിസ്റ്റർ LR. R15 എന്ന് പറയുന്നത് PC പ്രോഗ്രാം കൗണ്ടർ ആണ്. ഓക്കെ, ദെൻ ഈ 15th രജിസ്റ്ററിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന ആളാണ് XPSR എന്ന് പറയുന്നത്, പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. ദെൻ ആ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞ രജിസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി R0 മുതൽ R12 വരെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നു. അതിൽ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻസിനെല്ലാം ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറി ഉണ്ടാകും. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക്. ലെയേഴ്സ് ആയിട്ട് കുറേ ലെയേഴ്സ് ഉണ്ടാകും ഒരു സ്റ്റാക്ക് മെമ്മറിയിൽ. അപ്പോൾ ആ സ്റ്റാക്ക് മെമ്മറിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് വരുന്ന ലെയറിന്റെ അഡ്രസ്സാണ് സ്റ്റാക്ക് പോയിന്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് LR, അതായത് ലിങ്ക് രജിസ്റ്റർ ആണ്. ലിങ്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പം ആ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാം റൺ ചെയ്യുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകും. ദെൻ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ എവിടെ നിന്നാണോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ റിട്ടേൺ അഡ്രസ്സാണ് ലിങ്ക് രജിസ്റ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ദെൻ അടുത്തത് പ്രോഗ്രാം കൗണ്ടർ ആണ്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സിക്യൂഷൻ സീരീസ് ആയിട്ട് നടക്കാൻ വേണ്ടി ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എടുത്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ്സാണ് പ്രോഗ്രാം കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ദെൻ ഫൈനലി നമ്മുടെ 17th രജിസ്റ്റർ ആയ അല്ലെങ്കിൽ 15th രജിസ്റ്ററിന്റെ എക്സ്റ്റൻഷൻ എന്നറിയപ്പെടുന്ന പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. അതിൽ നമ്മുടെ കറന്റ് പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് എന്താണ് അതാണ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ ഫിഗറിൽ നമ്മുടെ രജിസ്റ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ 16 രജിസ്റ്റർ ആണ് വരുന്നത്. അതിൽ R0 മുതൽ R12 വരെ ജനറൽ പർപ്പസ് രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. R13 എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ ആണ്. 14 എന്ന് പറയുന്നത് ലിങ്ക് രജിസ്റ്റർ ആണ്. 15 എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ജനറൽ പർപ്പസ് രജിസ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനാണ്, കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ ഈ ടെമ്പററി ആയിട്ട് രജിസ്റ്റർ R0 മുതൽ R12 വരെയുള്ള രജിസ്റ്റേഴ്സിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു. മെമ്മറി ആക്സസ്, മെമ്മറി പോയി എടുക്കുക, നമ്മുടെ റാം റോമിലുള്ള അതെല്ലാം മെമ്മറിയാണ്. അപ്പം ആ മെമ്മറി പോയി നമ്മൾ ഡേറ്റ എടുക്കുക എന്നുള്ളത് മെമ്മറിയുടെ സ്പേസ് യൂസ് ചെയ്യുന്നത് കുറയും. അതാണ് റെഡ്യൂസ്ഡ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത്. അതുപോലെ CPU-ന് ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് രജിസ്റ്ററിൽ നിന്ന് ഡേറ്റ എടുക്കാം. അപ്പൊ നമ്മുടെ CPU-യുടെ എഫിഷ്യൻസി കൂട്ടുന്നു. ഇതെല്ലാം ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്ന 13th രജിസ്റ്റർ ആണ് സ്റ്റാക്ക് പോയിന്റർ. സ്റ്റാക്ക് പോയിന്ററിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാക്ക് മെമ്മറിയുടെ ഏറ്റവും ടോപ്പ് ലെയറിലുള്ള അഡ്രസ് ആണ് സ്റ്റാക്ക് പോയിന്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാക്ക് പോയിന്ററിൽ നിന്ന് നമ്മൾ ഡേറ്റ എടുക്കുന്നത് LIFO പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ LIFO? LIFO എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താണ് അതിന്റെ ഓപ്പറേഷൻ? ആ ഒരു മെത്തേഡിലായിരിക്കും അതിൽ നിന്ന് നമ്മൾ ഡേറ്റനെ ആക്സസ് ചെയ്യുന്നത്. ദെൻ സ്റ്റാക്സ് നമ്മൾ ഫംഗ്ഷൻ കോൾസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫംഗ്ഷന്റെ അകത്ത് വരുന്ന ലോക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു സ്റ്റാക്ക് മെമ്മറി. അതുപോലെ ഇന്ററപ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്ററപ്റ്റുകളെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റാക്ക് മെമ്മറി. ദെൻ അടുത്ത രജിസ്റ്ററിന്റെ അടുത്ത ഭാഗമാണ് ലിങ്ക് രജിസ്റ്റർ എന്ന് പറയുന്നത്. ലിങ്ക് രജിസ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഫംഗ്ഷൻ കോളിന്റെ അഡ്രസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫംഗ്ഷൻ കോളിന് ശേഷം മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ച് വരേണ്ട റിട്ടേൺ അഡ്രസ് ആണ് ലിങ്ക് രജിസ്റ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു സിൻടാക്സ് ഉണ്ട്. അതായത് മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ആ പ്രോഗ്രാമിന്റെ ഇടയിൽ എന്തെങ്കിലും ഫംഗ്ഷൻ കോൾ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാം സിസ്റ്റം പോകുന്നു. ദെൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ തിരിച്ച് എവിടേക്ക് വരണം? ഈ മെയിൻ ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരണം. അപ്പൊ തിരിച്ചു വരുമ്പോൾ മെയിൻ ഫംഗ്ഷന്റെ ടോപ്പിലേക്കല്ല പോകേണ്ടത്. എവിടെയാണോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണോ ഫംഗ്ഷനിലേക്ക് പോയത് അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ മുതലാണ് നമ്മൾ എക്സിക്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ആ റിട്ടേൺ ചെയ്ത് വരേണ്ട ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫാസ്റ്റർ ഫംഗ്ഷൻ റിട്ടേൺ ഹാൻഡിൽ, ഫാസ്റ്റ് ആയിട്ട് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് മെയിൻ പ്രോഗ്രാമിലേക്ക് വരും. അതുപോലെ മെമ്മറി യൂസേജ് ഫോർ റിട്ടേൺ അഡ്രസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്തത് വരുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ നമ്മൾ പറഞ്ഞു എക്സിക്യൂട്ട് ചെയ്യേണ്ട നെക്സ്റ്റ് ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് പ്രോഗ്രാം കൗണ്ടറിൽ വരുന്നത്. സോ സീരീസ് ആയിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആയിട്ട് പ്രോഗ്രാം പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നു. ദെൻ എന്താണ് പ്രോഗ്രാം കൗണ്ടറിന്റെ ഫംഗ്ഷൻ നോക്കിക്കേ. ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തെടുക്കുന്നു CPU-ൽ നിന്ന്. ദെൻ ഫെച്ച് ചെയ്തെടുത്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ CPU-ൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്തെടുത്താൽ അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുത്താൽ പിന്നെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ട? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്തോളും? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ അഡ്രസ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പൊക്കോളും. അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഫംഗ്ഷൻ ആണ്. ദെൻ അടുത്തത് വരുന്നത് 17th രജിസ്റ്റർ ആയ പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്റർ ആണ്. പ്രോഗ്രാം സ്റ്റാറ്റസ് രജിസ്റ്ററിൽ നമ്മുടെ പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് ആണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആണ്. ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 ഫ്ലാഗ് രജിസ്റ്ററുകളാണ് ഇവിടെ ഉള്ളത്. 0 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, ഓവർഫ്ലോ ഫ്ലാഗ് ആൻഡ് നെഗറ്റീവ് ഫ്ലാഗ്. 0 ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോസസ്സർ ചെയ്യുന്ന ഓപ്പറേഷന്റെ റിസൾട്ട് 0 ആണെങ്കിൽ 0 ഫ്ലാഗ് 1 ആകും. അതുപോലെ ക്യാരി ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് അല്ലെങ്കിൽ C എന്ന് പറയുന്ന രജിസ്റ്റർ 1 ആകും.
ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ, റിസൾട്ടിൽ ഓവർഫ്ലോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഓവർഫ്ലോ അപ്ഡേറ്റ് ആകുന്നതാണ് വി എന്ന് പറയുന്ന ഫ്ലാഗിൽ. ദെൻ അതുപോലെ നെഗറ്റീവ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ, ആ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ അതാണ് എൻ ഫ്ലാഗിൽ അപ്ഡേറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ZCVN എന്ന് പറയുന്ന 4 ഫ്ലാഗുകളുടെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം, നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് മനസ്സിലാകും. അതായത് Z എന്ന് പറയുന്ന ഫ്ലാഗ് 1 ആണെങ്കിൽ നമുക്കറിയാം റിസൾട്ട് 0 ആണെന്ന്. Z എന്ന് പറയുന്ന ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്കറിയാം റിസൾട്ട് 0 അല്ല, 0ക്ക് പകരം വേറെ എന്ത് വാല്യൂ ആണ് റിസൾട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഫ്ലാഗ് യൂസ് ചെയ്തിട്ട് പ്രോസസ്സറിന്റെ സ്റ്റാറ്റസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ദെൻ രജിസ്റ്റർ കഴിഞ്ഞ ലാമിന്റെ എലമെന്റിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് മെമ്മറി. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ മെമ്മറിയെ നമുക്ക് ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലാഷ് മെമ്മറി ഉണ്ട്, SRAM മെമ്മറി ഉണ്ട്, പെരിഫറൽ മെമ്മറി ഉണ്ട്, സിസ്റ്റം മെമ്മറി ഉണ്ട്. സോ അതിൽ ഫസ്റ്റ് വേണ്ടത് പറയുന്നത് ഏതാണ്? ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. നോൺ വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ആയാലും ഡേറ്റ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു, ഡേറ്റ ലോസ് ആയി പോകുന്നില്ല. അതാണ് നോൺ വോളറ്റൈൽ മെമ്മറി. സോ ദാറ്റ് മീൻസ് എന്താണ്? ഡേറ്റ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പെർമനന്റ് ആയിട്ടാണ്. സോ നമുക്ക് ഫ്ലാഷ് മെമ്മറിയിൽ അപ്പം മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, അതുപോലെ ഫേംവെയർ പ്രോഗ്രാംസ്, അതുപോലെ എന്താണ് നമ്മുടെ സിസ്റ്റം സെറ്റിംഗ്സുമായിട്ട് ബന്ധപ്പെട്ട കോൺഫിഗറേഷനായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പെർമനന്റ് ആയിട്ട് ഫ്ലാഷ് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് മെമ്മറി എലമെന്റ് ആണ് SRAM മെമ്മറി. SRAM മെമ്മറി എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറിയാണ്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് വോളറ്റൈൽ ആയിരിക്കും. പവർ ഓഫ് ആയാൽ അതിലെ ഡേറ്റ ലോസ് ആയി പോകുന്നു. ദെൻ ഫ്ലാഷ് മെമ്മറി SRAM മെമ്മറി എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ്. ദെൻ റൺ ടൈം വേരിയബിൾസ്, സ്റ്റാക്ക് മെമ്മറി, ബഫേഴ്സ്, ഇതെല്ലാമാണ് SRAM അല്ലെങ്കിൽ സ്റ്റാറ്റിക് റാം മെമ്മറിയുടെ ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ദെൻ അടുത്തത് EEPROM ആണ്. EEPROM മെമ്മറി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതും ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. പവർ ലോസ് ആയി പോയാലും ഈ ഒരു പെർട്ടിക്കുലർ മെമ്മറിയിലെയും ഡേറ്റ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. ദെൻ സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫംഗ്ഷന്റെ അകത്ത് വരുന്ന പാരാമീറ്റേഴ്സ്, അതുപോലെ ലോക്കൽ വേരിയബിൾസ്, ഫംഗ്ഷന്റെ അകത്ത് വരുന്ന ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി വേരിയബിൾസ്, അതുപോലെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അതിൻ്റെ റിട്ടേൺ അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റാക്ക് മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ലോക്കൽ വേരിയബിൾസ്, ഫംഗ്ഷൻ കോൾസ്, റിട്ടേൺ അഡ്രസ്സ്. ദെൻ നമ്മൾ പറഞ്ഞു സ്റ്റാക്കിൽ നിന്നും ഡേറ്റാസ് എടുക്കുന്നത് LIFO പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് വഴിയാണ് നമ്മൾ ഡേറ്റാസ് ടേക്ക് ചെയ്യുന്നത്. ദെൻ ഒരു ടേം ആണ്, ഒരു മെമ്മറി എലമെന്റ് ആണ് ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത്. ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക് മെമ്മറി ആണ്. അത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ല. എപ്പോഴാണോ നമുക്ക് ആവശ്യം ആ സമയത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് ഹീപ്പ് മെമ്മറി. ഇറ്റ്സ് എ ഡൈനാമിക് മെമ്മറി. ഓക്കെ. സോ ഈ നമ്മൾ ആവശ്യമുള്ള, നമുക്ക് നീഡ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെമ്മറി അലോക്കേഷനും മെമ്മറി ഫ്രീ ആക്കാനും നമ്മൾ 2 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ സിൻടാക്സ് ജസ്റ്റ് ഒന്ന് നോക്കുക. മെമ്മറി അലോക്കേഷൻ, അതിന്റെ ഷോർട്ട് ഫോം ആണ് malloc. ഓക്കെ. അപ്പോൾ malloc എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അതുപോലെ ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് ഹീപ്പ് മെമ്മറി. ആഫ്റ്റർ ദ യൂസ് വി വാണ്ട് ടു റിലീസ് ദാറ്റ് മെമ്മറി സ്പേസ്. ഓക്കെ. സോ അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഫംഗ്ഷൻ ഓർത്തിരിക്കുക. ഹീപ്പ് മെമ്മറി അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി ക്രിയേറ്റ് ചെയ്യാനും അതിനെ ഫ്രീ ആക്കാനും ഉള്ളതാണ് malloc, അതുപോലെ ഫ്രീ എന്ന് പറയുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്ത് പറയാം? ഫ്ലെക്സിബിൾ മെമ്മറി അലോക്കേഷൻ ആണ്. അതെന്താ കാരണം? പ്രോഗ്രാമർ ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമറിന്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാം. ഓക്കെ. ദെൻ
അടുത്തത് വരുന്നതാണ് പെരിഫറൽ മെമ്മറി. അപ്പൊ മെമ്മറി മെയിൻ 4 എലമെന്റിൽ ഒരു നെക്സ്റ്റ് മെമ്മറിയാണ് പെരിഫറൽ എലമെന്റ് എന്ന് പറയുന്നത്. സോ പെരിഫറൽ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർഡ്വെയർ പെരിഫറൽസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. പെരിഫറലായിട്ട് നമ്മൾ ഒത്തിരി കമ്പോണൻസ് നമ്മുടെ മൈക്രോ കൺട്രോളറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഹാർഡ്വെയറിൽ വരുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർ പെരിഫറൽസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പെരിഫറൽ മെമ്മറി. ഈ പറയുന്ന GPIO, UART, SPI, SCSI, ടൈമേഴ്സ്, ADC ഇതെല്ലാം ഹാർഡ്വെയർ പെരിഫറൽസ് ആണ്. ഇതിലെല്ലാം രജിസ്റ്റേഴ്സ് ഉണ്ടാകും, അതായത് മെമ്മറീസ് ഉണ്ടാകും. അതിനെ ആക്സസ് ചെയ്യാനുള്ളതാണ് പെരിഫറൽ മെമ്മറി. സിസ്റ്റം മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് വരുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. NVIC, സിസ്റ്റം ടൈമർ, ഡീബഗ് യൂണിറ്റ്, സിസ്റ്റം കൺട്രോൾ ബ്ലോക്ക്, ഈ പറയുന്ന കുറേ ഇൻബിൽഡ് ആയിട്ട് വരുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. ഈ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിസ്റ്റം മെമ്മറി. സോ നമ്മൾ ആമിൽ എലമെന്റ്സ് പറയുമ്പോൾ ഫസ്റ്റ് മെയിൻ ആയിട്ട് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ പഠിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത് മെമ്മറി ആണ്. മെമ്മറിയെ നമുക്ക് മെയിൻ ആയിട്ട് 4 റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്ലാഷ് മെമ്മറി, SRAM മെമ്മറി, പെരിഫറൽ മെമ്മറി ആൻഡ് സിസ്റ്റം മെമ്മറി. സോ ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. ദെൻ ഇവിടെ ഒരു മെമ്മറി കോർട്ടെക്സ് M പ്രോസസ്സറിന്റെ മെമ്മറി മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊരു കാര്യം നമ്മൾ മാപ്പ് ചെയ്യുന്നത് എന്തിനാ, അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന സ്പേസ് ഇന്നതിന് യൂസ് ചെയ്യുന്നു, ഇന്ന സ്പേസ് മുതൽ അല്ലെങ്കിൽ ഇന്ന അഡ്രസ് ലൊക്കേഷൻ മുതൽ നെക്സ്റ്റ് അഡ്രസ് ലൊക്കേഷൻ വരെ ഇന്ന കാര്യത്തിന് യൂസ് ചെയ്യുന്നു നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ കോഡിന് അതുപോലെ ഡേറ്റയ്ക്ക് അല്ലെങ്കിൽ പെരിഫറൽസിനെല്ലാം സെപ്പറേറ്റ് സ്പേസുകൾ ഉണ്ടാകും. അങ്ങനെ കറക്റ്റായിട്ട് എന്ത് കാര്യം അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റും അതുപോലെ ആക്സസ് സ്പീഡും അതെല്ലാം ഇംപ്രൂവ് ആകുന്നു. സോ ഇവിടെ കോർട്ടെക്സ് M-ന്റെ മെമ്മറി ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 0 അതായത് 0 മുതൽ ഈ പറയുന്ന അഡ്രസ് ലൊക്കേഷൻ വരെയുള്ള സ്പേസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ആ സ്പേസിനെ പല രീതിയിൽ പല ലെയേഴ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അതിന് നമ്മൾ കോഡ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അതായത് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ വോയിഡ് മെയിൻ, അതുപോലെ വൈൽ, അതുപോലെ ലൂപ്പ്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കോഡ് സെഗ്മെന്റ്. ദെൻ അടുത്തത് വരുന്നതാണ് ഡേറ്റ. ഡേറ്റ എന്ന് പറയുന്ന ലെയറിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾസ്, എന്തെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള വേരിയബിൾസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യണം. സോ ആ ഇനീഷ്യലൈസ് ചെയ്യേണ്ട വേരിയബിൾസ് അല്ലെങ്കിൽ വേരിയബിൾസിനെ നമ്മുടെ പ്രോഗ്രാമിൽ എഴുതുന്ന വേരിയബിൾസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലെയറാണ് ഡേറ്റ എന്ന് പറയുന്ന ലെയർ. ദെൻ .bss എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും എല്ലാ വേരിയബിൾസും അല്ലെങ്കിൽ എല്ലാ കോൺസ്റ്റൻസും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്ത കുറച്ച് വേരിയബിൾസ് ഉണ്ടാകും. അതിനാണ് നമ്മൾ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് എന്ന് വിളിക്കുക. ഈ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാത്ത വേരിയബിൾസിന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആ അൺഇനീഷ്യലൈസ്ഡ് വേരിയബിൾസ് ആണ് ഏത് ലെയറിൽ അവൈലബിൾ ആയിട്ടുള്ളത്? .bss എന്ന് പറയുന്ന സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഹീപ്പ് മെമ്മറിയും അതുപോലെ സ്റ്റാക്ക് മെമ്മറി. ഹീപ്പ് മെമ്മറി ഡൈനാമിക് മെമ്മറിയാണ്. നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഹീപ്പ് മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാക്ക് മെമ്മറിയിൽ നമ്മൾ സ്റ്റാക്ക് മെമ്മറിയുടെ ടോപ്പ് മോസ്റ്റ് ലെയറിന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. സോ ഹീപ്പ് മെമ്മറിക്ക് കുറച്ച് സ്പേസ് ഉണ്ട്, അതുപോലെ സ്റ്റാക്ക് മെമ്മറിക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. സോ നമ്മുടെ മെമ്മറി റീജിയനെ കോഡ് റീജിയൻ, അതുപോലെ SRAM റീജിയൻ അല്ലെങ്കിൽ പെരിഫറൽ റീജിയൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. കോഡ് റീജിയനിൽ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ, കോഡ് ചെയ്യാൻ പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാമെന്നാണല്ലോ മീനിങ്. സോ പ്രോഗ്രാം ഇൻസ്ട്രക്ഷനെ ആയിരിക്കും സ്റ്റോർ ചെയ്തെടുക്കാം. SRAM റീജിയനിൽ വരുന്നത് വേരിയബിൾസും സ്റ്റാക്കും ആണ് SRAM റീജിയനിൽ വരുന്നത്. പെരിഫറൽ റീജിയനിലെ ഹാർഡ്വെയർ പെരിഫറൽസിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പെരിഫറൽ റീജിയനിൽ വരുന്നത്. സോ ഏതൊരു മെമ്മറിനെയും കറക്റ്റായിട്ട് മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുന്നു. ഓക്കെ,
ദെൻ അടുത്തത് നമ്മൾ ജസ്റ്റ് അഡ്രസ്സിംഗ് മോഡ് നോക്കണം. അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എന്തൊരു ഡേറ്റ, എന്ത് കാര്യം, ഇൻസ്ട്രക്ഷൻ ആവട്ടെ, എന്ത് കാര്യവും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ അതിന്റെ അഡ്രസ് ലൊക്കേഷൻ അറിയണം. അഡ്രസ് ലൊക്കേഷൻ അറിഞ്ഞാലേ നമുക്ക് അവിടെ പോയി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ അഡ്രസ് ലൊക്കേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. ഇമ്മീഡിയറ്റ് മോഡ് ഉണ്ട്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്, PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് ഉണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷന്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡേറ്റ പ്രസന്റ് ആയിരിക്കും. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്ത് ഓപ്പറൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് രജിസ്റ്റേഴ്സിലായിരിക്കും. അതായത് ഓപ്പറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ A=B+C ആണെങ്കിൽ ആ BC എന്ന് പറയുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് രജിസ്റ്റേഴ്സിലായിരിക്കും. ദെൻ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷൻ ആണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അത് രജിസ്റ്റർ വഴി ഡേറ്റ അല്ല ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, അഡ്രസ്സിംഗ് ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ലൊക്കേഷൻ അല്ലെങ്കിൽ അഡ്രസ് ആയിരിക്കും രജിസ്റ്ററിൽ കൂടി നമ്മൾ ആക്സസ് ചെയ്യുന്നത്. PC റിലേറ്റീവ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PC അഡ്രസ്സിംഗ് മോഡ്. സോ ജസ്റ്റ് പറഞ്ഞുതരാം, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രക്ഷന്റെ ഇൻസൈഡ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, ഡേറ്റ വരുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് ആക്സസ് ചെയ്യും. ഇപ്പൊ മൂവ് R0,#100 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഈ 100 എന്ന് പറയുന്ന വാല്യൂ R0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ഡയറക്റ്റ് ലോഡ് ആവുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ R1ലേക്ക് 25 ലോഡ് ആകുന്നു. R2 എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ 125 R2 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് കിട്ടുന്നു. ദെൻ അടുത്തത് വരുന്നതാണ് ഈ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡിൽ എന്താണ്, CPU-ൽ അവൈലബിൾ ആയിട്ടുള്ള രജിസ്റ്റേഴ്സിലായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ഇവിടെ നോക്കിക്കേ, മൂവ് R0#20 എന്ന് പറഞ്ഞാൽ 20 നമ്മുടെ R0 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ലോഡ് ആവുന്നു, 30 R1 എന്ന് പറയുന്ന രജിസ്റ്ററിൽ ലോഡ് ആകുന്നു. R0-ൽ ഇപ്പൊ 20 ഉണ്ട്, R1-ൽ 30 ഉണ്ട്. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് R2 എന്ന് പറയുന്നതിലേക്ക് ഈ R0 R1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ആയി പോകുന്നത്. സോ 30 എന്ന് പറയുന്നത് ഡയറക്റ്റ് ഈ ഒരു രജിസ്റ്ററിൽ നിന്നും R2 എന്നതിലേക്ക് നേരെ സ്റ്റോർ ചെയ്ത് കിട്ടുന്നു. ദെൻ അടുത്തത് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡാണ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ പറഞ്ഞു ഡേറ്റ അല്ല നമുക്ക് കിട്ടുന്നത്, പകരം അതിന്റെ ലൊക്കേഷൻ ആണ് നമ്മൾ രജിസ്റ്റർ വഴി ആക്സസ് ചെയ്യുന്നത്. സോ ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എഴുതുമ്പോൾ ആ രജിസ്റ്ററിന്റെ ലൊക്കേഷൻ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് ഇടുന്നത്. അപ്പൊ രജിസ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലെ രജിസ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡേറ്റ ആയിരിക്കില്ല, ഡേറ്റയ്ക്ക് പകരം നമുക്ക് കിട്ടുന്നത് അഡ്രസ് ലൊക്കേഷൻ ആയിരിക്കും. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, LDR R0,R1 എന്ന് പറഞ്ഞാൽ R1-ലുള്ളത് കണ്ടന്റ് അല്ല, R1-ന് പകരം ഉള്ളത് ഒരു മെമ്മറി അഡ്രസ് ആണ്. ദെൻ നമ്മൾ ആ മെമ്മറി അഡ്രസ് ലൊക്കേഷനിൽ പോകുന്നു. ആ അഡ്രസ് ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് 50 എന്ന് പറയുന്ന ഡേറ്റ ആണെങ്കിൽ ദെൻ ആ ലൊക്കേഷനിൽ പോയിട്ട്, ലൊക്കേഷന്റെ അഡ്രസ് ആണ് നമുക്ക് രജിസ്റ്ററിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, ദെൻ ആ ഒരു അഡ്രസ് ലൊക്കേഷനിൽ പോയതിനു ശേഷം നമുക്ക് ഡേറ്റ കിട്ടുന്നു, അവിടെയുള്ള ഡേറ്റ കിട്ടുന്നു, അതായത് 50. സോ ദെൻ ഈ 50 ആണ് R0 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ആകുന്നത്. അല്ലാതെ R1-ലുള്ള അഡ്രസ് ലൊക്കേഷൻ അല്ല സ്റ്റോർ ആകുന്നത്. അഡ്രസ് ലൊക്കേഷനിലാണ് സ്ക്വയർ ബ്രാക്കറ്റിലുള്ള രജിസ്റ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത് അഡ്രസ് ലൊക്കേഷനാണ്. ആ ലൊക്കേഷനിൽ പോയി നമ്മൾ അവിടുത്തെ കണ്ടന്റിനെ ആക്സസ് ചെയ്യും. ഓക്കെ, അതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞത്. ദെൻ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രാഞ്ചിങ്ങിന്, ഫങ്ഷൻ കോൾസിന്, അതുപോലെ കോൺസ്റ്റന്റുകൾ ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. സോ B ലൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ലൂപ്പ് എന്നുള്ള ഇതാണ്, ബ്രാഞ്ച് അഡീഷൻ, അങ്ങനെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫങ്ഷൻ കോൾസുമായി ബന്ധപ്പെട്ട് ആക്സസ് അല്ലെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PC റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് നെക്സ്റ്റ് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആണ്.
ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് അത് നമുക്ക് അറിയാവുന്നതാണ്. അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ആഡ്, സബ്, അഡീഷൻ ചെയ്യാൻ, സബ്സ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ ആൻഡ്, ഓർ, ഗേറ്റ്, ലോജിക്കൽ ഗേറ്റിൽ വരുന്ന ഓപ്പറേഷൻസ്. അത് ഇതിന്റെ ആൻഡ് എ ബി എന്ന് പറഞ്ഞാൽ അവിടെ എയും ബിയും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഓർ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ബിയും തമ്മിൽ ഓർ ഓപ്പറേഷൻ ആയിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. ദെൻ ഡേറ്റ ട്രാൻസ്ഫറിന്, അതായത് ഇന്ന രജിസ്റ്ററിൽ നിന്ന് ഇന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് LDR, അതുപോലെ സ്ട്രിങ് STR, മൂവ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം. ദെൻ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ്, കൺട്രോൾ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് വരുന്നതാണ് BL, BX എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻസ്. ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കാണിച്ചിരിക്കുന്നു മാത്രം. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇതാണ്, ബസ് ആർക്കിടെക്ചർ ആണ്. സോ നമ്മൾ ആമിന്റെ എലമെന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് രജിസ്റ്റർ എന്താണെന്ന് നന്നായി പഠിക്കുക, ദെൻ മെമ്മറി എന്താണെന്ന് പഠിക്കുക, പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബസ് ആർക്കിടെക്ചർ. ബസ് അല്ലെങ്കിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ബസ് അല്ലെങ്കിൽ ഇന്റർഫേസ്. നമ്മൾ ഏതൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോഴും ഓരോ കമ്പോണൻസ് എടുത്ത് പല പല പൊസിഷനിൽ വെച്ചാൽ മാത്രം പോരാ, ഇവർ തമ്മിൽ എന്ത് വേണം, ഒരു കണക്ഷൻ വേണം. കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു എലമെന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ കോമ്പോണൻസ് തമ്മിൽ നടക്കുകയുള്ളൂ. കമ്മ്യൂണിക്കേഷൻ നടന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അവിടെ നടക്കത്തുള്ളൂ. സോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാത്തിനെ അല്ലെങ്കിൽ ഒരു കമ്പോണന്റിനെ നമുക്ക് ബസ് എന്ന് വിളിക്കാം. സോ ഈ ബസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ CPU, മെമ്മറി, പെരിഫറൽസ്, IO ഡിവൈസസ് എല്ലാം തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ബസ്സിനെ നമുക്ക് അഡ്രസ് ബസ്, ഡേറ്റ ബസ്, അതുപോലെ കൺട്രോൾ ബസ്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അഡ്രസ് ബസ് എന്ന് പറയുമ്പോൾ എന്താണ്, പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം എന്തായിരിക്കും ക്യാരി ചെയ്യുക, അഡ്രസ്സുകളായിരിക്കും ക്യാരി ചെയ്യുന്നത്. ഡേറ്റ ബസ് എന്ന് പറയുന്നത് ഡേറ്റ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽസിനെ ആയിരിക്കും ഡിഫറെന്റ് കമ്പോണൻസ് തമ്മിൽ, അതായത് CPU, മെമ്മറി, പെരിഫറൽസ് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അഡ്രസ് ആകാം, ഡേറ്റ ആകാം, കൺട്രോൾ സിഗ്നൽസ് ആവാം, അക്കോർഡിംഗ് ടു അഡ്രസ് ബസ്, ഡേറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, സോ അഡ്രസ് ബസ് എന്താണ് കാര്യം ചെയ്യുന്നത്, അഡ്രസ്സുകളാണെന്ന് നമ്മൾ പറഞ്ഞു. അഡ്രസ് ബസ് എന്ന് പറയുന്നത് അഡ്രസ് ബസ് എന്ന് പറയുന്നത് എപ്പോഴും യൂണി ഡയറക്ഷണൽ ബസ് ആയിരിക്കും. അതായത് ഡേറ്റയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത് എന്താ, ഡേറ്റ കൊണ്ടുവരേണ്ട ആ ലൊക്കേഷൻ അറിഞ്ഞാൽ മതി, തിരിച്ച് അഡ്രസ്സ് കൊണ്ടുപോയി വേറെ അങ്ങ് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പോൾ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും യൂണി ഡയറക്ഷണൽ ബസ് ആയിരിക്കും അഡ്രസ് ബസ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ എവിടെ നിന്നാണോ ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ടത് ആ ഒരു അഡ്രസ് ലൊക്കേഷനിലേക്ക് മെമ്മറി CPU ഫെച്ച് ചെയ്യുന്നു. ദെൻ അവിടെ പോയി നമ്മൾ ഡേറ്റ എടുക്കുന്നു. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അഡ്രസ്സ് ആദ്യം മാപ്പ് ചെയ്യും. ദെൻ ആ അഡ്രസ്സ് നമ്മുടെ പോസ്റ്റ്മാൻ ഐഡന്റിഫൈ ചെയ്യും എവിടെയാണ് ആ ലൊക്കേഷൻ. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മാൻ എന്ത് ചെയ്യും, ആ ലെറ്റർ കൊണ്ടുവന്ന് നമുക്ക് തരും, ഡേറ്റ നമുക്ക് കൊണ്ടുവന്ന് പാസ് ചെയ്യും. ആ സെയിം വർക്കിംഗ് തന്നെയാണ് അഡ്രസ് ബസ്സിൽ നടക്കുന്നത്. പ്രോസസർ പ്ലേസ് ദ അഡ്രസ് ഓൺ ദ അഡ്രസ് ബസ്. നമ്മൾ ഇപ്പൊ ലെറ്റർ എഴുതുന്ന ആൾ എന്ത് ചെയ്യും, ആദ്യം അഡ്രസ് പ്ലേസ് ചെയ്യും. അതേപോലെ തന്നെ പ്രോസസർ അഡ്രസ് ആദ്യം തന്നെ പ്ലേസ് ചെയ്യുന്നു അഡ്രസ് ബസ്സിൽ. അതിനുശേഷം ആ അഡ്രസ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് നമ്മുടെ അഡ്രസ് ബസ്സിന്റെ വർക്കിംഗ് വരുന്നത്. അഡ്രസ് ബസ് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ആണ്. അഡ്രസ് ഫ്ലോസ് ഫ്രം CPU ടു മെമ്മറി, അല്ലെങ്കിൽ CPUയിൽ നിന്ന് പെരിഫറലിലേക്ക് ആയിരിക്കും അഡ്രസ്സ് പോകുന്നത്. തിരിച്ച് മെമ്മറിയിൽ നിന്ന് CPUയിലേക്ക് അല്ലെങ്കിൽ പെരിഫറലിൽ നിന്ന് CPUയിലേക്ക് അഡ്രസ്സ് പോകുന്ന ആവശ്യം നമുക്ക് വരുന്നില്ല. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഡേറ്റ ബസ് ആണ്. ഡേറ്റ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡേറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഡേറ്റ ആയിരിക്കും കമ്പോണന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡേറ്റയാണ്. അപ്പോൾ CPU നിന്ന് മെമ്മറിയിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, CPUയിൽ നിന്ന് പെരിഫറൽസിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം, മെമ്മറിയിൽ നിന്ന് പെരിഫറൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
അത് സി പി യുന്ന് മെമ്മറിയിലേക്ക് പോകാം, മെമ്മറിയിൽ നിന്ന് സി പി യുയിലേക്ക് പോകാം, സി പി യുയിൽ നിന്ന് പെരിഫറിലേക്ക് ഡാറ്റ പോകാം, പെരിഫറിൽ നിന്ന് സി പി യുയിലേക്ക് ഡാറ്റ പോകാം. അതായത് ബൈ ഡയറക്ഷണൽ ആണ് നമ്മുടെ ഡേറ്റ ബസ്സിന്റെ കമ്മ്യൂണിക്കേഷൻ, ബൈ ഡയറക്ഷണൽ ആണെന്ന് പറയാം. അതായത് ഡേറ്റ നമുക്ക് ബോത്ത് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത് അതായത് സി പി യു റീഡ് ഡാറ്റ ഫ്രം മെമ്മറി യൂസിങ് ഡാറ്റാ ബസ്. ഡാറ്റാ ബസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, മെമ്മറിയിൽ നിന്നുള്ള ഡാറ്റേനെ സി പി യു റീഡ് ചെയ്യുന്നു. സി പി യു റീഡ് ചെയ്തതിനു ശേഷം എന്താ, മെമ്മറിയിൽ നിന്ന് സി പി യു ഡാറ്റ എടുത്തിട്ട് പിന്നെ ചിലപ്പോൾ സി പി യുന് അത് പെരിഫറലിലേക്ക് കൊടുക്കണമായിരിക്കും. സോ എന്ത് ചെയ്യും, സി പി യു അതിനെ പ്രോസസ് ചെയ്തിട്ട് പെരിഫറലിലേക്ക് കൊടുക്കും, ഡാറ്റാ ബസ് വഴി കൊടുക്കുന്നു. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതാണ്. ദെൻ തിരിച്ച് ഇനിയിപ്പോൾ പെരിഫറലിൽ നിന്നാണ് മെമ്മറിയിലേക്ക് കൊടുക്കേണ്ടെങ്കിൽ സി പി യു എന്ത് ചെയ്യുന്നു, പെരിഫറലിൽ നിന്ന് ഡേറ്റേനെ കളക്ട് ചെയ്യുന്നു, റീഡ് ചെയ്തെടുക്കുന്നു. ദെൻ ആ റീഡ് ചെയ്ത ഡേറ്റ സി പി യു എന്ത് ചെയ്യുന്നു, മെമ്മറിയിലേക്ക് സെൻഡ് ചെയ്യുന്നു. സോ അങ്ങോട്ടുള്ള പ്രോസസ്സ് നടക്കാം, തിരിച്ച് ഇങ്ങോട്ടുള്ള പ്രോസസ്സ് നടക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റാ ബസ്സിന്റെ ഓപ്പറേഷൻ ബൈ ഡയറക്ഷണൽ ആണെന്ന് പറയാം. ദെൻ അഡ്വാൻറ്റേജസ് വരുന്നത് എനാബിൾ ഫാസ്റ്റ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ പ്രോസസ്സറിന്റെ ഓപ്പറേഷൻസ് നടക്കുന്നു. സോ നമ്മൾ അഡ്രസ് ബസ് പറഞ്ഞു, ഡേറ്റാ ബസ് പറഞ്ഞു. ദെൻ അടുത്തത് വരുന്നത് കൺട്രോൾ ബസ്സാണ്. കൺട്രോൾ ബസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസിനെ ക്യാരി ചെയ്യുന്ന ബസ്സാണ് കൺട്രോൾ സിഗ്നൽ. സോ നമ്മുടെ സി പി യു, മെമ്മറി, പെരിഫറൽസ് എല്ലാം ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് കൺട്രോൾ ചെയ്യുന്നു. സോ ഇതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സിഗ്നൽസ് നോക്കിക്കേ, റീഡ്, റൈറ്റ്, ഇന്ററപ്റ്റ്, ക്ലോക്ക്, ഇതെല്ലാം ഓരോ കൺട്രോൾ സിഗ്നലും. ഈ ഓരോ കൺട്രോൾ സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഒന്നല്ലെങ്കിൽ റീഡ് ചെയ്യാനാണ്, മെമ്മറിയിൽ നിന്ന് ഡേറ്റയെ റീഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് ഡേറ്റയെ റൈറ്റ് ചെയ്യാനാണ്. അതുപോലെ ഇന്ററപ്റ്റ് കണ്ടാൽ നമുക്കറിയാം, ആ ഒരു പെർട്ടിക്കുലർ കൺട്രോൾ സിഗ്നൽ കണ്ടാൽ നമുക്കറിയാം എന്തോ ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ററപ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കണം. സി പി യു അതനുസരിച്ച് അറ്റൻഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ഒന്നല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ, രണ്ടിനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓപ്പറേഷനെ ഏത് രീതിയിലാണ്, അത് ഓപ്പറേഷൻ നല്ല രീതിയിൽ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് സിഗ്നൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കൺട്രോൾ സിഗ്നല് ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കൺട്രോൾ ബസ്. സോ ബസ് നന്നായിട്ട് പഠിക്കുക. ഈ ബസ്സിൽ വരുന്നതാണ് AMBA ബസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ARM-V8 ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ മുതൽ നമ്മൾ പഠിച്ചായിരുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ പറയുന്ന ARM കോർട്ടെക്സ് പ്രോസസ്സറുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അവിടുത്തെ ബസ്, ഡേറ്റ ബസ് ആവട്ടെ, അഡ്രസ് ബസ് ആവട്ടെ, കൺട്രോൾ ബസ് ആവട്ടെ, ഈ പറയുന്ന ബസ്സുകളെല്ലാം അഡ്വാൻസ്ഡ് ടെക്നോളജി പെർഫോം ചെയ്യുന്ന ബസ്സുകളാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളറുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ബസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് AMBA ബസ്സാണ്. AMBA ബസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മൈക്രോ കൺട്രോളർ ബസ് ആർക്കിടെക്ചർ. സോ നമ്മൾ ഈ പറഞ്ഞ അഡ്രസ് ബസ്സും ഡേറ്റാ ബസ്സും കൺട്രോൾ ബസ്സിനെല്ലാം ഈ പറയുന്ന കോർട്ടെക്സ് ആൻഡ് പ്രോസസ്സേഴ്സിൽ അഡ്വാൻസ്ഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാം കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നു, എഫിഷ്യൻ്റ് ആയിട്ട് നടക്കുന്നു എന്ന് നമുക്ക് പറയാം. സോ AMBA ബസ് AHB, APB, AXA എന്ന 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. AHB എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു. APB എന്ന് പറയുന്നത് പെരിഫറൽ ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്നു. AXA എന്ന് പറയുന്നത് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ തരുന്ന ബസ്സാണ്. അതായത് ഇത്രയും മനസ്സിലാക്കുക, ബസ് എന്താണെന്ന് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെന്റ് കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബസ്. ആ ബസ്സിൽ ഡിഫറെന്റ് ഫോമാണ് ഇവിടെ തന്നിരിക്കുന്ന 3 ഓരോന്നും നമ്മുടെ പെർട്ടിക്കുലർ പ്രോസസ്സറിനും അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈ സ്പീഡിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പുകളാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ മെമ്മറി അവൈലബിൾ ആയിരിക്കാം നമ്മുടെ സിസ്റ്റത്തിൽ, പ്രോസസ്സർ ഉണ്ട്, അതുപോലെ റാം മെമ്മറി ഉണ്ട്, ദെൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ് ബസ് ഉണ്ട്. അതുപോലെ നമുക്ക് വരുന്ന പെരിഫറൽ അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് UART ഉണ്ടാകാം. UART എന്ന് പറയുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന് യൂസ് ചെയ്യുന്നതാണ്. ടൈമർ ഉണ്ടാകാം, PIO ഉണ്ടാകാം, കീപാഡ് ഉണ്ടാകാം. അങ്ങനെ
എന്തെല്ലാം കമ്പോണൻസ് വേണമെങ്കിലും ഈ പറയുന്ന ഏത് കമ്പോണൻസ് വേണമെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കാം. പക്ഷെ ഇവരെല്ലാം തമ്മിൽ ഈ പറയുന്ന ഒരു ബസ് കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിൾ ആവുന്നതല്ല. സോ ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ ബസ് കണക്ഷൻ ആണ്. എല്ലാം തമ്മിൽ കോമൺ ആയിട്ട് ഒരു ബസ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ ഒരു പ്രോസസ്സറിൽ നിന്ന് ഒരു ഡേറ്റ ഈ ഒരു പർട്ടിക്കുലർ ബസ്സിലേക്ക് പ്ലേസ് ചെയ്തിട്ട് ഇനിയിപ്പോ ഇത് DMA ഡയറക്റ്റ് മെമ്മറി ആക്സസ് ലൊക്കേഷനിലേക്കാണ് പോണെങ്കിൽ ത്രൂ ഈ ബസ് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാൻ പറ്റും. സോ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഇതിന്റെ AMBA ബസ്സിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കൂ. ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, മോഡുലാർ ആർക്കിടെക്ചർ ആണ്, എഫിഷ്യന്റ് പെരിഫറൽ ഇന്റഗ്രേഷൻ, ലോ പവർ ഓപ്പറേഷൻ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോർമൽ ടെക്നോളജി ആണെങ്കിൽ പ്രോസസ്സറിൽ നിന്ന് ഒരു ഡേറ്റ ഇതിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യണം, പ്രോസസ്സറിലേക്ക് വിടണം. ദെൻ അവിടെ നിന്ന് അടുത്ത മെമ്മറി ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടായിരിക്കും ഇവിടെ നിന്ന് ട്രാൻസ്ഫർ. ഇത് നമുക്ക് ഈ ഒറ്റ ബസ്സിലേക്ക് ഇവിടെ നിന്ന് കണ്ടന്റ് പ്ലേസ് ചെയ്താൽ മതി. അവിടെ നിന്ന് ഏത് എലമെന്റിനാണോ ഏത് കമ്പോണന്റിനാണോ ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ ആവശ്യം അത് ഡയറക്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ബസ്സിൽ നിന്നും ആക്സസ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്പീഡ് ഇംപ്രൂവ് ആകുമെന്ന് നമുക്ക് പറയാം. ദെൻ പറഞ്ഞ ബസ്സുകൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കോർട്ടെക്സ് ജസ്റ്റ് അപ്പോൾ ആമിന്റെ എലമെന്റ്സ് നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. രജിസ്റ്റേഴ്സ്, അതുപോലെ ബസ്, അതുപോലെ മെമ്മറി. അത് 3 ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കി വെക്കുക. പിന്നെ വരുന്നത് ജസ്റ്റ് നമ്മൾ എത്രയും നേരം ഫസ്റ്റ് സെക്ഷനിലൊക്കെ പറഞ്ഞതാണ്, കോർട്ടെക്സ് A ഉണ്ട്, കോർട്ടെക്സ് M ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞതാണ്. 2 പ്രോസസ്സറും തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. രണ്ടും പ്രോസസ്സറിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോർട്ടെക്സ് A പ്രോസസ്സറും കോർട്ടെക്സ് M പ്രോസസ്സറും. കോർട്ടെക്സ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഹൈ പെർഫോമൻസ് പ്രോസസ്സേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോർട്ടെക്സ് A. അതായത് ഹൈ കമ്പ്യൂട്ടേഷണൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നു മൾട്ടിമീഡിയ പ്രോസസ്സിങ്ങിന്, AI ആൻഡ് മെഷീൻ ലേണിംഗ് ആപ്ലിക്കേഷൻസിന്, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എൻവയോൺമെന്റ്സിലെല്ലാമാണ്. അതായത് കോർട്ടെക്സ് എമ്മിനേക്കാൾ അഡ്വാൻസ്ഡ് ഫോമാണ് കോർട്ടെക്സ് A എന്ന് നിങ്ങൾ കരുതുക. അതായത് ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസിനും കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സറാണ് കോർട്ടെക്സ് A പ്രോസസ്സേഴ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കുറച്ച് കോർട്ടെക്സ് A പ്രോസസ്സേഴ്സിന്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോസസ്സറിന്റെ പേര് കേൾക്കുമ്പോൾ അത് എന്താണ് കോർട്ടെക്സ് M ആണോ കോർട്ടെക്സ് A ആണോ എന്ന് ഡിവൈഡ് ചെയ്ത് പറയാൻ ഒന്ന് അറിഞ്ഞിരിക്കണം. സോ കോർട്ടെക്സ് A എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിന് എക്സാമ്പിൾ വരുന്നതാണ് റാസ്ബെറി പൈ, അതുപോലെ NVIDIA ജെറ്റ്സൺ, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്, സ്മാർട്ട് TVs. ഇതിലെല്ലാം കോർട്ടെക്സ് A ഡിവൈസസ് ആണ്, പ്രോസസ്സറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ഫീച്ചർ അത് തന്നെയാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഹൈ പ്രോസസ്സിംഗ് പവർ ആയിരിക്കും. കോർട്ടെക്സ് എമ്മിനെ വെച്ച് നോക്കുമ്പോൾ അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. സോ പ്രോസസ്സിംഗ് പവർ കൂടുതലായിരിക്കും. മൾട്ടി കോറുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിനക്സിനെയും ആൻഡ്രോയിഡിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ മെമ്മറി സപ്പോർട്ടും ലാർജ് ആയിരിക്കും. ഓക്കെ, സോ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസിന് അല്ലെങ്കിൽ ഹൈ പെർഫോമൻസ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ കോർട്ടെക്സ് A പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ്. കോർട്ടെക്സ് M പ്രോസസ്സർ എന്ന് പറയുമ്പോൾ കോർട്ടെക്സ് Aനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ പവർ ആപ്ലിക്കേഷൻസ് ആണ്, ലോ പവർ മൈക്രോ കൺട്രോളേഴ്സിലാണ് നമ്മൾ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ചെറിയ ചെറിയ അല്ലെങ്കിൽ കോമ്പാക്ട് സൈസിൽ ലോ പവറിൽ വർക്ക് ചെയ്യുന്ന മൈക്രോ കൺട്രോളറുകളിലായിരിക്കും നമ്മൾ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിന് നമുക്ക് പറയാം സെൻസർ ഇന്റർഫേസിംഗ് ആപ്ലിക്കേഷൻസ്, എംബെഡഡ് കൺട്രോൾ ഓപ്പറേഷൻസ്, റിയൽ ടൈം പ്രോസസ്സിംഗ്, ബാറ്ററി പവറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസിലെല്ലാം, എംബെഡഡ് സിസ്റ്റത്തിലെല്ലാം അല്ലെങ്കിൽ ആ പറയുന്ന മൈക്രോ കൺട്രോളേഴ്സിലെല്ലാം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യാം. ദെൻ അടുത്തത് ജസ്റ്റ് കോർട്ടെക്സ് A പ്രോസസ്സേഴ്സിന് കുറച്ച് എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്
STM32 മൈക്രോ കൺട്രോളറിന്റെ അകത്ത് വരുന്ന ഒരു യൂണിറ്റ് ആണ് കേട്ടോ പ്രോസസ്സർ. അത് ഞാൻ അന്ന് പറഞ്ഞതാണെന്ന് ഓർക്കുന്നു. മൈക്രോ കൺട്രോളറിന്റെ അകത്ത് വരുന്ന ഒരാളാണ് പ്രോസസ്സർ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന മൈക്രോ കൺട്രോളറുകളിലെല്ലാം നമ്മൾ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. STM32, MXP, LPC, TI, TIVA, C, അതുപോലെ നോർഡിക് സെമി കണ്ടക്ടർ ബോർഡ്സിലെല്ലാം പ്രോസസ്സറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോർട്ടെക്സ് M പ്രോസസ്സറാണ്. ദെൻ അപ്പോൾ എന്തൊക്കെയായിരിക്കും കോർട്ടെക്സ് M പ്രോസസ്സറിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കോർട്ടെക്സ് A പ്രോസസ്സറിന്റെ ഇച്ചിരി ലോ ആയിട്ടുള്ള രീതിയിലായിരിക്കും. ലോ പവർ കൺസംഷൻ ആണ്, റിയൽ ടൈം ഓപ്പറേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നു, ഇൻറപ്റ്റ് റെസ്പോൺസ് ഫാസ്റ്റ് ആണ്, മെമ്മറി ഫുട് പ്രിന്റ് സ്മോൾ ആയിട്ടുള്ളതായിരിക്കും. മറ്റെന്ന് പറയുമ്പോൾ ലാർജ് മെമ്മറി സപ്പോർട്ടായിരുന്നു. ഓക്കെ, സോ NVIDIA ജെറ്റ്സൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ മൈക്രോ കൺട്രോളറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോർട്ടെക്സ് A പ്രോസസ്സർ ആണെന്ന് പറഞ്ഞു. സോ ഇത് ഈ പറയുന്ന ആപ്ലിക്കേഷൻസിന് ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ഇമേജ് പ്രോസസ്സിംഗ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, ഓട്ടോണോമസ് സിസ്റ്റം പോലെയുള്ള കോംപ്ലക്സ് എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഈ പറയുന്ന മൈക്രോ പ്രോസസ്സർ യൂസ് ചെയ്യാം. ദെൻ അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്? കോർട്ടെക്സ് A പ്രോസസ്സറിന്റെ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ഇതിലും വരുന്നത്. കാരണം ഇത് എന്തിന് എക്സാമ്പിളാ? കോർട്ടെക്സ് A പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ജെറ്റ്സൺ മൈക്രോ കൺട്രോളറിൽ വരുന്നത് കോർട്ടെക്സ് A പ്രോസസ്സർ ആയതുകൊണ്ട് ആ ഒരു ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ജെറ്റ്സൺ മൈക്രോ കൺട്രോളറിന് വരുന്നത്. GPUനെ സപ്പോർട്ട് ചെയ്യുന്നു, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു, റാം കപ്പാസിറ്റി കൂടുതലായിരിക്കും, പ്രോസസ്സിംഗ് സ്പീഡ് കൂടുതലായിരിക്കും. ദെൻ ജസ്റ്റ് ആ ഒരു ബോർഡ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈക്രോ കൺട്രോളർ എങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇതാണ് മൈക്രോ കൺട്രോളർ എങ്കിൽ ഈ ഒരു സെക്ഷനാണ് മൈക്രോ കൺട്രോളർ ആയിട്ട് വരുന്നത്. ഇതിന്റെ അകത്താണ് എന്ത് വരുന്നത്? പ്രോസസ്സർ വരുന്നത്. ഓക്കെ, ദെൻ STM32 മൈക്രോ കൺട്രോളർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് മൊഡ്യൂളിൽ ഇതാണ് പഠിക്കാനുള്ളത്. STM32 മൈക്രോ കൺട്രോളറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് പ്രോസസ്സറാണ്? കോർട്ടെക്സ് M പ്രോസസ്സറാണ്. ഓക്കെ, സോ ലോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കോമ്പാക്ട് സൈസിൽ അല്ലെങ്കിൽ ബാറ്ററി പവറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് STM32 അല്ലെങ്കിൽ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ്. സോ ഈ പറയുന്ന സ്മോൾ ആപ്ലിക്കേഷൻസിനെല്ലാം നമുക്ക് ഈ ഒരു STM32 മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യാം. അതിൽ വരുന്ന പ്രോസസ്സർ കോർട്ടെക്സ് M പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, ദെൻ എന്താ വരും? അതിന്റെ ഫീച്ചേഴ്സും നമുക്ക് പറയാം. ലോ പവർ കൺസപ്ഷൻ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ അതിൻ്റെ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള പെരിഫറൽസ് കുറേ അവൈലബിൾ ആണ്. ജനറൽ പർപ്പസ് IO പോർട്സ്, UART, ADC, ടൈമേഴ്സ്, SPI, SQC ഇതെല്ലാം STM32 ഇൻബിൽഡ് അവൈലബിൾ ആയിട്ടുള്ള പെരിഫറൽസ് ആണ്. കോമ്പാക്ട് സൈസിൽ അവൈലബിൾ ആണ്, റിയൽ ടൈം റെസ്പോൺസിനെ ഹാൻഡിൽ ചെയ്യുന്നു. STM32 ബോർഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വാങ്ങിക്കണം. വാങ്ങിച്ച് പ്രൊജക്റ്റ് ഈ പേപ്പറിനുള്ളതാണ്. സോ പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. പ്രൊജക്റ്റിനുള്ള ടോപ്പിക്കും കാര്യങ്ങളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതിനെപ്പറ്റി ഞാനൊരു ക്ലാസ് തരാം. നെക്സ്റ്റ് മൊഡ്യൂൾ എടുക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ച് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പ്രൊജക്റ്റ് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ദെൻ കോർട്ടെക്സ് Aയും കോർട്ടെക്സ് Mഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കോർട്ടെക്സ് A ഹൈ കോംപ്ലക്സ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നു. കോർട്ടെക്സ് M എന്ന് പറയുന്നത് ലോ പവർ ആയിട്ടുള്ള കോമ്പാക്ട് സൈസിലുള്ള ആപ്ലിക്കേഷൻസിന് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ മൊഡ്യൂൾ 1 ഏകദേശം നിങ്ങൾക്ക് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പറയുന്നുള്ളൂ. എംബഡഡ് സിസ്റ്റം എന്താണ്, ഒരു മൈക്രോ കൺട്രോളർ എന്താണ്. മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു മിനി കമ്പ്യൂട്ടർ തന്നെയാണ്. മെയിനായിട്ട് അതിൽ വരുന്നത് മെമ്മറി, IO പോർട്സ്, അതുപോലെ ഒരു പ്രോസസ്സർ. അതാണ് മെയിനായിട്ട് വരുന്ന പാർട്സ്. ദെൻ മൈക്രോ കൺട്രോളറിന്റെ അകത്ത് വരുന്ന ഒരു പോർഷനാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. മൈക്രോ പ്രോസസ്സറിന്റെ ആർക്കിടെക്ചർ ARM-V8M ആർക്കിടെക്ചർ ആണ്. ദെൻ ഈ ആമിൽ വരുന്ന പ്രോസസ്സറുകളെ നമുക്ക് ഡിഫറെൻറ്റ് സീരീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കോർട്ടെക്സ് M എന്നും കോർട്ടെക്സ് A എന്നും.
കോർട്ടെക്സ് എം എന്ന് പറയുമ്പോൾ ലോ പവർ ആപ്ലിക്കേഷൻസിനും കോർട്ടെക്സ് എ എന്ന് പറയുമ്പോൾ ഹൈ പവർ ആപ്ലിക്കേഷൻസിനുമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആമിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള എലമെന്റ്സിൽ രജിസ്റ്റർ ഉണ്ട്, മെമ്മറി ഉണ്ട്, ബസ് ആർക്കിടെക്ചർ ഉണ്ട്. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് അതൊന്ന് നോക്കിയിരിക്കണം. പിന്നെ നമ്മളെ പ്രോസസ്സറുകളെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ആ ഒരു കാര്യം കൂടി ഈ മൊഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. നോട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഇനി വേറെ നല്ല നോട്ട് കിട്ടുകയാണെങ്കിൽ ആ ടോപ്പിക്കും കൂടി ഞാൻ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കി പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ.